ലോ ഓഫ് അട്രാക്ഷനും ട്രേഡിങ്ങും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാൻ ഞാൻ തീരുമാനിച്ചു. ഈ ലോ ഓഫ് അട്രാക്ഷനെ പറ്റി ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കാര്യം കറക്റ്റ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്ക് അറിയാവുന്ന കാര്യം ഞാൻ പറയാം. ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഗോൾ ഉണ്ട്. നമുക്ക് ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ജേണൽ ചെയ്യുക, നമുക്ക് അഫർമേഷൻ ചെയ്യുക, നമ്മൾ വിഷ്വലൈസ് ചെയ്യുക, മാനിഫെസ്റ്റ് ചെയ്യുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ലോ ഓഫ് അട്രാക്ഷൻ. എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാനൊരു മന്ത്ലി ഒരു എന്താണ് ഒരു 1000 പോയിന്റ്സ് അച്ചീവ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഗോൾ, മന്ത്ലി ഗോൾ ബാങ്ക് നിഫ്റ്റിയിൽ. അപ്പൊ അത് ഞാൻ ജേണൽ ചെയ്യും. ഞാൻ ഈ മാസം ഇത്ര പോയിന്റ്സ് അച്ചീവ് ചെയ്തു എന്ന് പറഞ്ഞ വേണ്ടി ജേണൽ ചെയ്യാം. ആഹ് അതിനെപ്പറ്റി നമുക്ക് അഫർമേഷൻസ് ചെയ്യാം. ഞാൻ ഈ മാസം ഇത്ര പോയിന്റ്സ് അച്ചീവ് ചെയ്തു എന്നൊക്കെ കുറച്ച് സ്ഥിരം വേണമെങ്കിൽ അഫർമേഷൻ ചെയ്തുകൊണ്ടിരിക്കാം. അല്ലെങ്കിൽ ഞാനൊരു നല്ല ട്രേഡറാണ്, ബെസ്റ്റ് ട്രേഡറാണ്, സക്സസ്ഫുൾ ട്രേഡറാണ്, അങ്ങനെയൊക്കെ നമുക്ക് അഫർമേഷൻ ചെല്ലാം. പിന്നെ നമുക്ക് എന്താണ് വിഷ്വലൈസ് ചെയ്യാം. നമ്മൾ ട്രേഡിനൊക്കെ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ട്രേഡ് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യാം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ ഇതുകൊണ്ട് മാത്രം നമുക്ക് കാര്യമുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഇല്ലെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്കൊരു പ്രോപ്പർ സിസ്റ്റമോ പ്രോപ്പർ മെത്തേഡോ ഒന്നും ഇല്ലാതെ നമ്മൾ ഈ വിഷ്വലൈസേഷൻ, ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞ് ട്രേഡിംഗിൽ ഇരുന്നാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ പൈസ പോകുമെന്നല്ല തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇങ്ങനത്തെ റോങ് പ്രാക്ടീസുകളൊന്നും ചെയ്യരുതെന്നാണ് എൻ്റെ ഒരു സജഷൻ. നിങ്ങളത് നിങ്ങൾക്ക് ഉചിതമായ രീതിയിൽ ചെയ്യുക, നിങ്ങളുടെ ഇഷ്ടപ്രകാരം ചെയ്യുക. എന്ന് വെച്ചാൽ ലോ ഓഫ് അട്രാക്ഷനെ പറ്റി എനിക്ക് പരിമിതമായ അറിവേ ഉള്ളൂ. അപ്പൊ എൻ്റെ അറിവുകൾക്ക് മുകളിൽ അറിയാവുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക. താങ്ക് യു.